ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഈ പുഡിംഗ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ നനവ് മാത്രം മാറി കിട്ടിയാൽ മതി. ഇതിൻ്റെ നനവ് മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. നനവ് മാറുന്നത് വരെ വറുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ 1 നുള്ള് മതി, ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ പൊടി, ചെറിയ കപ്പിൽ 1/4 കപ്പ് കോൺഫ്ലവർ പൊടിയും 1/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കവർ പാലും ഒഴിച്ച് 1 നുള്ള് ഉപ്പും അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് ഇതൊന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കവർ പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടുകൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കാം. നല്ലതുപോലെ കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മറ്റു പാത്രത്തിലേക്ക് മാറ്റാം. വലിയ പാത്രത്തിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരേ പാത്രത്തിൽ തന്നെ ഇട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങയും പഞ്ചസാരയും ചേർത്തുള്ള മിക്സ് ഇതിൻ്റെ അടിയിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ബൗൾസിലാണ് എടുക്കുന്നതെങ്കിൽ ഓരോരുത്തർക്കും അതുപോലെ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് അല്പം കശുവണ്ടി കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ പാത്രത്തിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഈ തേങ്ങയുടെ മിക്സ് ഇതിന്റെ മുകളിലേക്ക് അല്പം കൂടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം കൂടി കശുവണ്ടി വിതറിക്കൊണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ സെറ്റ് ആകുന്നത് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് ഇതുപോലെ വച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം തന്നെ പാത്രത്തിൽ നിന്നും വിട്ടു പോന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെറിയ പാത്രത്തിലേക്ക് എടുത്തത് കൊണ്ട് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇനി കൂടുതൽ തണുപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1 മണിക്കൂർ കൂടി ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്നുകൂടി സെറ്റായി കിട്ടും. നമുക്ക് തണുപ്പ് കുറച്ച് മതി. അതുകൊണ്ടാണ് ഒരുപാട് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എടുത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.